ഹലോ ഫ്രണ്ട്സ്, എ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡിഫൈ ടൂൾസ് ആയ ഓഫ്സെറ്റ്, ലെങ്തൻ, അലൈൻ, ബ്രേക്ക് ആൻഡ് ബ്രേക്ക് അറ്റ് പോയിന്റ്. ഈ 5 ഓപ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാരലായിട്ട് ഒരു ഒബ്ജക്റ്റിനെ പാരലായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ അതേ ഒബ്ജക്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ, കോപ്പിയോ അല്ലെങ്കിൽ അതേപോലെ ഒരു മിറർ പോലെയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. പാരലായിട്ട് ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ, ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറേ സംഭവത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഓഫ്സെറ്റിന് മോഡിഫൈ കിടക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷോർട്ട് കീ ഒ ആണ്, ഒ എൻ്റർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ചോദിക്കുന്നതാണ് സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആണ്. എത്രയാണ് ഓഫ്സെറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്? ഞാനൊരു 0.2 എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എങ്ങോട്ടേക്കാണ് വേണ്ടത് ഡയറക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെയാണ് വരാം. ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കാണിക്കുന്നുണ്ടെങ്കിൽ താഴേക്കാണ് വേണ്ടത്. അപ്പോൾ ഡയറക്ഷൻ എനിക്ക് എങ്ങോട്ടാണ് വേണ്ടത്? പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക്, ഉള്ളിലേക്കാണെങ്കിൽ ഉള്ളിലേക്ക് എന്നുള്ള ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഓരോ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡയറക്ഷൻ കാണിച്ചു കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അതിന് പകരം നമുക്കൊരു ഓപ്ഷനും കൂടി അതിനുള്ളിലുണ്ട്. എന്താണ് അതിൽ? ഡിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് ടു ഓഫ്സെറ്റ് എന്നുള്ളതിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സിറ്റ്, മൾട്ടിപ്പിൾ, അൺഡു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ മൾട്ടിപ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എം എന്ന് ടൈപ്പ് ചെയ്താലും മതി. മൾട്ടിപ്പിൾ ആണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്ഷൻ എങ്ങനെയാണോ ആ ഡയറക്ഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഉള്ളിലേക്ക് ഓഫ്സെറ്റ് ആവും. നേരത്തെ വെച്ച് ഉള്ളിൽ വന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലേക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഓഫ്സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് ഒരു തവണ സെലക്ട് ചെയ്താൽ മതി. മറ്റേതെന്തായിരുന്നു, മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ തവണയും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം, ഡയറക്ഷൻ കാണിക്കണം. ഓരോ തവണയും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഡയറക്ഷൻ കാണിക്കുക. മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഡയറക്ഷൻ മാത്രം കാണിച്ചിട്ട് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലായി? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പോലും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ, പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക്. ഇതാണ് ഓഫ്സെറ്റിൽ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ. ഇനി അതേപോലെ തന്നെ ഓഫ്സെറ്റിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറേസ് ആണ് ഞാൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോ എന്നാണ് എടുക്കുന്നത്. യെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെന്ത് ചെയ്യണത്, ക്ലിക്ക് ചെയ്തു, പുറത്തേക്ക് ആണ് ക്ലിക്ക് ചെയ്യണത്. നോക്കിയേ, അത് വലുതായി അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആയി. ആ 0.2 ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, ഓഫ്സെറ്റ് ആയി. പക്ഷെ ആ സോഴ്സ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പാരന്റ് ഒബ്ജക്റ്റ് എന്ത് ചെയ്തു, മാഞ്ഞു പോയി. ഒന്നുകൂടി സെലക്ട് ചെയ്ത് ഞാൻ ഓഫ്സെറ്റ് ചെയ്യണം. കണ്ടാ, പാരന്റ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യണ്, മാഞ്ഞു പോവുകയാണ്. അതിനാണ് ഇറേസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണത്, ഓഫ്സെറ്റിൽ യൂസ് ചെയ്യണത്. ഉള്ളിലേക്കാണെങ്കിൽ എങ്ങോട്ടാണെങ്കിലും എന്ത് ചെയ്യും, മാഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ്സെറ്റില് ത്രൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് വേണ്ടത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഞാൻ എവിടെയാണോ അടുത്ത ക്ലിക്ക് ചെയ്യുന്നത് അവിടെ വരെ അത് വലുതാവും, അല്ലെങ്കിൽ അത് ഓഫ്സെറ്റ് ആവും. ഇപ്പൊ ഈ റേസ് എന്നുള്ളത് കൊടുത്തോണ്ടാണ്. നേരെ ഈ റേസ് ഞാൻ നോ എന്ന് കൊടുത്തിട്ടാണ് ത്രൂ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറിയാണ് വേണ്ടത്, ക്ലിക്ക് ചെയ്തു. കണ്ട, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഏത് ഒബ്ജക്റ്റിൽ നിന്നാണ് വേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് ത്രൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലെങ്തൻ. ലെങ്തൻ എന്ന് പറയുന്നത് ഷോർട്ട് കീ LEN ആണ്. അതല്ലെങ്കിൽ മോഡിഫൈയില് ലെങ്തൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണും. ലെങ്തൻ എന്നുള്ളതിന് LEN എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സെലക്ട് ആൻ ഒബ്ജക്റ്റ് ടു മെഷർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ടോട്ടൽ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ സ്പെസിഫൈഡ് ടോട്ടൽ ലെങ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് ഇവിടെ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? ടോട്ടൽ 10 ആണ്. എനിക്കതിനെ ഒരു 12 സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ എനിക്ക് ഡയമെൻഷൻ അറിയില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അതിനെനിക്ക് എന്ത് ചെയ്യണം, ഒരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിലേക്ക് ലെങ്ത്തിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ലെങ്തൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. അതിനാണ് ഈ ടോട്ടൽ എന്നുള്ളത് യൂസ് ചെയ്യണത്. ടോട്ടൽ സെലക്ട് ചെയ്തു, എത്രയാണ് ഡിസ്റ്റൻസ് വേണ്ടത്? എനിക്കൊരു 5 ആണെങ്കിൽ 5 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തതിന് ശേഷം ആൻ ഒബ്ജക്റ്റ് ടു ചേഞ്ച് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ എവിടെയാണോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണത് അവിടുന്ന് 5 അങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ട് എന്തായി, ബാക്കി ഡിസ്റ്റൻസ് അവിടെ വന്നു. അപ്പൊ അതെന്താ, ആ ലൈൻ 5 ആയിട്ട് ചുരുങ്ങി. മനസ്സിലാവണ്ട?
ലെങ്തൻ എന്നുള്ളതിന് LE ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ടോട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എത്രയാണ് ഡിസ്റ്റൻസ് വേണ്ടത്? എനിക്ക് 12 ആണെങ്കിൽ 12 ഞാൻ ടൈപ്പ് ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അത് ഏത് എൻഡിലാണ് സെലക്ട് ചെയ്യണത് ആ എൻഡിൽ നിന്നായിരിക്കും എന്ത് ചെയ്യണത്, അത് എക്സ്റ്റെൻഡ് ആയിട്ട് ആ ഡിസ്റ്റൻസ് അച്ചീവ് ചെയ്യണത്. കണ്ട, അത് എത്ര വേണമെങ്കിലും ചെറുതാക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. അത് ഇവിടെ വന്നിട്ട് ഈ ആർക്കിന്റെ കേസിലാണെങ്കിലും ലെങ്തൻ ടോട്ടൽ ഡിസ്റ്റൻസ് 12 കൊടുത്തു. എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണം. കണ്ട, വലുതാവുണ്ട്. അതല്ല, ഡിസ്റ്റൻസ് ഞാൻ ടോട്ടൽ കൊടുത്തിട്ട് ഞാനൊരു 5 ആക്കി. ക്ലിക്ക് ചെയ്ത് നോക്ക്, ചെറുതായി. അത് ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെൽറ്റ. ഡെൽറ്റ എന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. ഞാൻ ഡെൽറ്റ ലെങ്ത് എന്നുള്ളത് ഒരു 5 കൊടുത്ത്, അല്ലെങ്കിൽ വേണ്ട, ഒരു 2.5 കൊടുത്ത് എൻ്റർ ചെയ്തു. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഇപ്പം ഇവിടെ നോക്കിയേ, അതെന്താണ്, സെയിം തന്നെയാണ്, എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, -5 കൊടുത്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, അത് കുറയുള്ളൂ. മനസ്സിലാവണ്ട? ലെങ്തൻ എന്നതിൽ ടോട്ടൽ എടുത്താൽ എന്താണ്, ഞാൻ എത്ര ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാണോ ആ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഡിസ്റ്റൻസ് ആണ് ആവാം. ഇവിടെ ഞാൻ 5 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തെങ്കിൽ എന്താ, ആ ലൈൻ ടോട്ടൽ എന്തായി 5 സെന്റിമീറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യണത്. പക്ഷേ നേരെ തിരിച്ച് ലെങ്തൻ എന്നുള്ളതിൽ ഡെൽറ്റയാണ് യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഡിസ്റ്റൻസ് ആഡ് ആവുള്ളൂ. എന്ന് വെച്ചാൽ ആക്ച്വൽ ഡിസ്റ്റൻസിനോടൊപ്പം എത്രയാണോ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് ആഡ് ആവുള്ളൂ. ഇപ്പൊ ഞാൻ 5 ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 5 ആഡ് ചെയ്ത് വരും. അല്ലാതെ അത് എന്ത് ചെയ്യില്ല, ആ ലെങ്ത് ആക്ച്വലി നിന്ന് കുറയുകയല്ല ചെയ്യണത്. മനസ്സിലായ? ടോട്ടൽ എടുത്താലാണ് നമ്മുടെ സോഴ്സ് ഒബ്ജക്റ്റ് ടോട്ടൽ ലെങ്ത്തിലേക്ക് ചുരുങ്ങി അല്ലെങ്കിൽ വലുതാവേ ചെയ്യുന്നത്. ഇതെന്താ, ഡെൽറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ആഡ് ആവേ ചെയ്യാം. അപ്പൊ എനിക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെൽറ്റയിൽ മൈനസ് വാല്യൂ കൊടുത്താലാണ് ആക്ച്വൽ ലെങ്ത്തിൽ നിന്ന്, ഇതിപ്പോ ആക്ച്വൽ ഇതാണെങ്കിൽ ആക്ച്വൽ ലെങ്ത്തിൽ നിന്ന് 5 മൈനസ് ആവും. കണ്ടോ? മനസ്സിലാവണ്ടോ? ഓക്കെ, ഇതാണ് ഡെൽറ്റ എന്നുള്ള ഓപ്ഷൻ. പേഴ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പേഴ്സെന്റ് ലെങ്ത് 100 നടക്കുന്നത്. എൻ്റർ ചെയ്തു, ഞാൻ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ 100% നടക്കുന്നത്. കാരണം 14.50 ആണ് അതിന്റെ ലെങ്ത്. 100% അത് അങ്ങനെ തന്നെ. നേരെ തിരിച്ച് ഞാനൊരു പേഴ്സെന്റ് എന്ന് എടുത്തിട്ട് 50% എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായി, നേരെ അതിന്റെ പകുതിയായിട്ട് മാറി. എന്ന് വെച്ചാൽ എന്താണ്, 100%ന്റെ 50% നേരെ പകുതിയായിട്ട് എന്ത് ചെയ്തു, ചുരുങ്ങി. അപ്പൊ പെർസെന്റേജ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പേഴ്സെന്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പേഴ്സെന്റ് ക്ലിക്ക് ചെയ്തു, ഞാനൊരു 25% ആണ് കൊടുക്കുന്നത്. എൻ്റർ ചെയ്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. എവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് അത്രയും പോർഷൻ അവിടെ നിന്ന് പോകും. അപ്പൊ 25% പിന്നെ അവിടെ എന്ത് ചെയ്യുള്ളൂ, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. ബാക്കി 75 കട്ടായി പോയി. ഇപ്പൊ ലെങ്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, പേഴ്സെന്റ് എന്നുള്ളതില് 60% ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ, 60% അവിടെ നിൽക്കും, ബാക്കിയുള്ളത് കട്ടായി പോകും. അടുത്ത ഓപ്ഷൻ ലെങ്ത്തിന്റെ ഉള്ളില് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ, ഡൈനാമിക് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എനിക്ക് ഇതിന് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. വെറുതെ എന്ത് ചെയ്താൽ മതി, മൗസ് ഞാൻ എങ്ങോട്ടാണോ എക്സ്റ്റെൻഡ് ചെയ്യണത് അതിനനുസരിച്ച് അത് എന്ത് ചെയ്യും, നീളം കൂടും. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തു, ഈ സൈഡിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ടേക്ക് കൂടി. ഇവിടെയാണെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, കൂടി. അപ്പൊ എന്താ, ഡയമെൻഷൻ കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എത്രത്തോളം വലുതാക്കണോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഡൈനാമിക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യണത്. അപ്പൊ ലെങ്തൻ എന്നുള്ളതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ടോട്ടൽ പഠിച്ചു, ഡെൽറ്റ, പേഴ്സെന്റ് ആൻഡ് ഡൈനാമിക്. അടുത്ത ഓപ്ഷൻ അലൈൻ. അലൈൻ ഷോർട്ട് കീ AL. മോഡിഫൈയില് അലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോറി, ഇത് അലൈൻ ആണിത്, ഇതാണ് അതിന്റെ സിമ്പിള്. ഷോർട്ട് കീ AL. ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റിന് ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്ത് ചെരിഞ്ഞൊക്കെ ഇരിക്കുന്ന വിചാരിക്കുക, സപ്പോസ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന് എനിക്ക് എന്ത് ചെയ്യണം, ഈ ലൈനിന്
പാരലൽ ആയിട്ട് കൊണ്ടുവന്ന് വെക്കണം. അതിനൊക്കെയാണ് നമ്മൾ അലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി അലൈൻ എന്നുള്ളതിന് AL ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, സ്പെസിഫൈ ഫസ്റ്റ് സോഴ്സ് പോയിന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒബ്ജക്റ്റിന്റെ ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് ഏത് പോയിന്റിനോടാണ്, ഈ ലൈനിന്റെ ഈ പോയിന്റിനോടാണ് എനിക്ക് അലൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. സെക്കൻഡ് സോഴ്സ് പോയിന്റ് സെലക്ട് ചെയ്തു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്തു, ഈ സൈഡും കാണിച്ചു കൊടുത്തു. ഇനി മൂന്നാമത്തെ പോയിന്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, 2 കൊടുത്തിട്ട് എൻ്റർ ചെയ്തു. അത് ഒബ്ജക്ട് ബേസ്ഡ് ഓൺ അലൈൻമെന്റ് പോയിന്റ്സ് യെസ് ഓർ നോ എന്ന് ചോദിക്കും. യെസ് എന്ന് കൊടുത്താൽ എന്തായി, നേരെ അത് അലൈൻഡ് ആയി. ഓക്കെ, മനസ്സിലായോ? ഇനി അലൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്നുകൂടി പറയാം. അലൈൻ എന്നുള്ളതിന് AL എന്ന് കൊടുത്തതിന് ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഫസ്റ്റ് സോഴ്സ് പോയിന്റ് ഞാൻ ഇത് കൊടുത്തു. അതേപോലെ തന്നെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റ് പാരലൽ ആയിട്ട് നിൽക്കുന്നത് ഈ ലൈനിന് ഇവിടത്തേക്കാണ്. അപ്പൊ ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ദെൻ സെക്കൻഡ് സോഴ്സ് പോയിന്റ് ഏതാണ്, അത് സെലക്ട് ചെയ്തു. എനിക്ക് ഇതിനോട് പാരലൽ ആയിക്കണമെങ്കിൽ അങ്ങനെ എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ദെൻ എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുക്കുമ്പോൾ ഒരു യെസ് ഓർ നോ ചോദിക്കും. എന്താണ്, സ്കെയിൽ ഒബ്ജക്ട് ബേസ്ഡ് ഓൺ അലൈൻമെന്റ് പോയിന്റ് ചോദിക്കും. സ്കെയിൽ ഒബ്ജക്റ്റ്. അപ്പൊ ഞാൻ നോ എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കെയിൽ ആവാതെയാണ് എന്ത് ചെയ്യണത്, അവിടേക്ക് അലൈൻ ആവണത്. അപ്പൊ ഞാൻ നോ എന്ന് കൊടുത്തു. അപ്പൊ അവിടെ തന്നെ വന്ന് നിന്നു. കാരണം ആ ഒബ്ജക്റ്റിന്റെ സൈസ് ഒന്നും വലുതായിട്ടില്ല. പക്ഷെ എനിക്ക് അതിന്റെ സ്കെയിലും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സോഴ്സ് പോയിന്റ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ എഡ്ജ് പോയിന്റ് കൊടുത്തു. അതേപോലെ സെക്കൻഡ് സോഴ്സ് പോയിന്റ് കൊടുത്തു. ഫസ്റ്റ് സെലക്ട് ചെയ്തു, അലൈൻ, ഫസ്റ്റ് സോഴ്സ് പോയിന്റ് കൊടുത്തു, ഇതിലേക്ക് കൊടുത്തു. സെക്കൻഡ് സോഴ്സ് പോയിന്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ എൻ്റർ ചെയ്തപ്പോൾ യെസ് ഓർ നോ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ യെസ് കൊടുക്കേണ്ടത്. അപ്പൊ എന്തായി, അതേ സൈസിലാണ് എന്ത് ചെയ്തത്, ഒബ്ജക്റ്റ് വലുതാവുകയും ചെയ്തു, അലൈൻ ആവുകയും ചെയ്തു. മനസ്സിലാവണ്ട? ഇതാണ് സൈസ്. നമുക്ക് ഈ ലൈനോടൊപ്പം അലൈനും ആവണം ഈ ബേസ്, അതേപോലെ സ്കെയിലും ആവണം എന്നുണ്ടെങ്കിൽ അലൈൻ എന്നുള്ളതിന് AL എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് ഫസ്റ്റ് സോഴ്സ് പോയിന്റ് ഇത് സെലക്ട് ചെയ്തു. ഈ പോയിന്റ് എന്തിനോട് അലൈൻ ആവേണ്ടത്, ഈ പോയിന്റിനോട്. അടുത്ത പോയിന്റ് എന്തിനോട് അലൈൻ ആവേണ്ടത്, ഈ ഒരു പോസ്റ്റോട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ബേസിനെ കാട്ടി വലിപ്പം കൂടുതലാണ് ഇതെന്ന്. അപ്പൊ അതേ വലിപ്പത്തിൽ തന്നെ സ്കെയിൽ ആവണം എന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്നുള്ളതിൽ യെസ് എന്ന് കൊടുത്താൽ എന്താ, ഈ സ്കെയിലായി കിട്ടി. ഇതാണ് അലൈൻ എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ബ്രേക്ക്. മോഡിഫൈയിൽ വന്നാൽ ഇവിടെ ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഷോർട്ട് കീ BR എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെലക്ട് ഒബ്ജക്റ്റ്. ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാണ്. ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ബേസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത്. ദെൻ സ്പെസിഫൈ സെക്കൻഡ് ബ്രേക്ക് പോയിന്റ് ആണ്. അപ്പൊ എന്താണ്, ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഈ ഒരു സൈഡിനെ ബേസ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ അവർ സെലക്ട് ചെയ്യും. പിന്നെ ചോദിക്കുന്നത് സെക്കൻഡ് ബ്രേക്ക് പോയിന്റാ. ഞാൻ അടുത്ത പോയിന്റ് ഞാൻ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ അടുത്ത പോയിന്റ് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ഇവിടുന്ന് ഇത്രയും പോർഷൻ മാത്രം അവിടെ നിൽക്കുള്ളൂ. എന്ന് വെച്ചാല് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് അല്ല, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള ഒബ്ജക്റ്റ് അവിടെ സ്റ്റേബിൾ ആവും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ളത് അവിടെ സ്റ്റേബിൾ ആവും. സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്ന് എടുത്തിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, അത്രയും ഒബ്ജക്റ്റ് അവിടെ നിൽക്കും, ബാക്കിയുള്ളത് ബ്രേക്ക് ചെയ്ത് പോകും, കട്ട് ചെയ്ത് പോകും. മനസ്സിലാവണ്ട? BR എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഞാൻ എവിടെയാണ് സെലക്ട് ചെയ്യുന്നത്, അത് ആ പോയിന്റ് അവർ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതാണ് അത്രയും പോർഷൻ അവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. പക്ഷെ എനിക്ക് തോന്നിയാണ് അങ്ങനെയല്ല. ഫസ്റ്റ് പോയിന്റ് ഇപ്പൊ ഞാൻ സപ്പോസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുമുള്ള ഓപ്ഷൻ ഉണ്ട്, ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിന് അടുത്ത എന്താണ്, സെക്കൻഡ് പോയിന്റ്. ഞാൻ സെക്കൻഡ് പോയിന്റ് ഇവിടെ കൊടുത്തു. അപ്പൊ എന്തായി, അത്രയും പോർഷൻ മാത്രം ബ്രേക്ക് ആയി പോയി. ഓക്കെ, വീണ്ടും BR എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു, സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇനി എന്താ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോവുള്ളൂ.
അതിന് പകരം ഞാൻ ഇത് ഫസ്റ്റ് പോയിന്റ് എടുത്തു. ഫസ്റ്റ് പോയിന്റ് എനിക്ക് ഒന്നുകൂടി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് പോയിന്റ് ഇത് കൊടുത്തു, സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഇവിടെയും കൊടുത്തു. അപ്പൊ എന്താണ്, അത്രയും പോർഷൻ കട്ടായി പോകും. ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ഏത് ഷേപ്പിലും പറ്റും. സർക്കിളിലാണെങ്കിലും സർക്കിളിൽ മറ്റും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ് എവിടെയാണ് വേണ്ടത് ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തു. നോക്കിയേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സർക്കിളിന്റെ കേസിൽ നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ എന്താണ്, നേരെ തിരിച്ചാണ് വരുന്നത്. BR എൻ്റർ സെലക്ട് ഒബ്ജക്റ്റ്. ഇത് നോക്കി ഇങ്ങനെ പോകുമ്പോൾ അത്രയും മോശം കട്ട് ചെയ്താൽ പോകുന്നത്. നേരെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അത് കൊടുക്കുന്നത്. ബാക്കിയുള്ളതിലൊന്നും ഒക്കെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോവുക. ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബ്രേക്ക് അറ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ ആണ് ബ്രേക്ക് അറ്റ് പോയിന്റ്. മോഡിഫൈയില് ഇവിടെ ബ്രേക്ക് അറ്റ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ ബ്രേക്കാണ് പഠിച്ചത്, 2 പോയിന്റ്. ബ്രേക്ക് അറ്റ് പോയിന്റ് ആണ്, ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ബ്രേക്ക് അറ്റ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ എന്താ ചോദിക്കുന്നത്, സെലക്ട് ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്യണം, സ്പെസിഫിക് ബ്രേക്ക് പോയിന്റ്. അടുത്തൊരു പോയിന്റ് ഞാൻ വെറുതെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തു, പക്ഷെ ഇവിടെ നോക്കിയേ, കണ്ട ഈ ഇത്രയും പോർഷൻ എന്തായി, കട്ടായി കിട്ടി. അത് സെപ്പറേറ്റ് ആയി, ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും മാഞ്ഞു പോലെ ഇറേസ് ചെയ്ത് പോകില്ല. അതാണ് ബ്രേക്ക് അറ്റ് പോയിന്റ് പ്രത്യേകത. അപ്പോൾ ബ്രേക്ക് അറ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡിഫൈയിൽ വന്നു, ബ്രേക്ക് അറ്റ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഇത് ഇത്രയും കട്ടായി പോയി. ഒന്നുകൂടി പറയാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഫിക്സ്ഡ് ആണ്. ബ്രേക്ക് അറ്റ് പോയിന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റ് ഞാൻ എവിടെ വെച്ചാണ് സെലക്ട് ചെയ്യുന്നത്, സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ബ്രേക്ക് സ്പെസിഫിക് ബ്രേക്ക് പോയിന്റ്, അടുത്ത ബ്രേക്ക് പോയിന്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇത് സെപ്പറേറ്റ് ആയി. അപ്പോൾ ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയി. മനസ്സിലായ? സെലക്ട് ചെയ്യാം, ബ്രേക്ക് അറ്റ് പോയിന്റ്, ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഇതിനടുത്തത് ഞാൻ സെലക്ട് ചെയ്യണത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇത്രയും പോർഷൻ അവിടെ നിന്നു സ്റ്റേബിളായി. ഇവിടെ വെച്ചാണ് എന്ത് ചെയ്തത്, കട്ട് ചെയ്ത് പോയത്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇതേ കണ്ട, റെക്റ്റാങ്കിള്, ബ്രേക്ക് അറ്റ് പോയിന്റ്, ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഞാൻ പോയിന്റ് ഇവിടെ കൊടുക്കുകയാണ്. കണ്ട, ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെയാണെങ്കിലും അത് ഒറ്റൊരു ലൈനായിട്ട് അവർ എടുക്കുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പോയിന്റ് ആണ് അവർ ആ ബ്രേക്ക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് കഴിഞ്ഞാൽ അത്രയും പോർഷൻ അവിടെ കട്ടായി. ആന്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതാണ് ബ്രേക്ക് അറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓഫ്സെറ്റ്, ലെങ്തൻ, അലൈൻ, ബ്രേക്ക് ആൻഡ് ബ്രേക്ക് അറ്റ് പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഒന്നുകൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.